AI ഉപയോഗിച്ചിട്ട് ബിസിനസിന് പേര് കണ്ടെത്താൻ പറ്റുമോ? അത് പറ്റും. പറ്റും. അതന്നെ ഞാൻ പറയാൻ പോണത്. ഞാനും പറഞ്ഞ പറ്റും തന്നെയല്ലേ. നെയിംലിക്സ് എന്നാണ് ഈ സൈറ്റിന്റെ പേര്. ഈ സൈറ്റിൽ പോയിട്ട് സൈറ്റിന്റെ പേരാണ് നെയിംലിക്സ്. അതുകൊണ്ട് ഇപ്പൊ എന്താ ഈ സൈറ്റിൽ പോയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും കിട്ടും. കിട്ടും. എനിക്കിപ്പം ഞാൻ പറയാം, ഞാനാണെങ്കിൽ ഇപ്പൊ ലിപ്സ്റ്റിക് എന്നൊക്കെ സെർച്ച് ചെയ്യാന്ന് വിചാരിച്ചു. സെർച്ച് ചെയ്യണം. ലിപ്സ്റ്റിക് പ്രൊഡക്റ്റിന്റെ പേര് നമ്മളിപ്പോ നമ്മുടെ ബിസിനസ് എന്താണോ ആ പ്രൊഡക്റ്റിന്റെ പേര് അതിൽ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതില് ബ്രാൻഡ് നെയിംസ് വരും. നമ്മൾ ചെക്ക് ചെയ്യണം, അതിൽ എല്ലാത്തിനും ട്രേഡ് മാർക്ക് ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ പറഞ്ഞ കാര്യം ശരിയാണ്. ഞാൻ വെറുതെ പറഞ്ഞ സംഭവം namelix.com എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് പറയാം, ലിപ്സ്റ്റിക്. അത് വിട്ടൊരു കളിയില്ല. ലിപ്സ്റ്റിക് ഇപ്പൊ ഞാൻ എന്റെ പ്രൊഡക്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 100 കണക്കിന് പേര് നമുക്ക് ആ വെബ്സൈറ്റ് തരും. പക്ഷെ നമുക്ക് അതിന് എല്ലാം എടുക്കാൻ പറ്റൂല. അതുകൊണ്ടാ ട്രേഡ് മാർക്ക് നമ്മൾ നോക്കണം. ചിലപ്പോൾ കുറച്ചെണ്ണത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ പ്രൊഡക്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്യും അല്ലെ. അതിനൊരു കളർ കോഡ് കണ്ടെത്തും, അതിന്റെ ഡിസൈൻ എങ്ങനെ വേണം, അതിന്റെ ആഡ് നമ്മൾ എങ്ങനെ കൊടുക്കണം. അപ്പൊ അതിനൊക്കെ മാച്ചായ രീതിയിൽ വേണം നമ്മൾ ആ പേര് കൊടുക്കാൻ അല്ലെ. ഇപ്പൊ എന്താ വെച്ചാൽ ചില അതായത് എക്സ്പേർട്ടുകൾ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, അവർ കളർ വരെ നോക്കും. അതായത് കളർ വെച്ചിട്ട് എങ്ങനെയൊക്കെ പേര് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതുപോലെ തന്നെ പേര് കൊടുക്കുമ്പോൾ ഡിസൈനും അതുപോലെ തന്നെ കളറും പേരും തമ്മിൽ എങ്ങനെയൊക്കെ കണക്ട് ആവാം എന്നീ കാര്യങ്ങളൊക്കെ അവർ നോക്കും. എന്നിട്ട് അവരൊരു പേര് കൊടുക്കുള്ളൂ അല്ലേ. ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ഷെയ്ഡ് വരും? ഒരുപാടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ മാച്ച് ചെയ്തിട്ട് ലിപ്സ്റ്റിക്കിന് ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് അല്ല കളറല്ലേ ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനല്ലേ ഞാനും പറഞ്ഞേ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എനിക്കൊരു ലിപ്സ്റ്റിക് ഇപ്പൊ പറഞ്ഞല്ലോ ലിപ്സ്റ്റിക്കാ തുടങ്ങുന്നത്. അപ്പൊ അതിനൊരു പേര് കൊടുക്കാന്ന് വെച്ചാൽ ഇപ്പൊ എങ്ങനെ ബ്രാൻഡ് നെയിം കൊടുക്കുക? ഇബ ലിപ്സ്റ്റിക് എന്നുള്ളൊരു മാച്ച് ഇല്ല. ഇബന്റെ കൂടെ വേറെ എന്തെങ്കിലും എന്റെ വീട് ഇവിടെ, എന്റെ വീടിന്റെ സ്ഥലപ്പേര് വെച്ച് കൊടുത്താലോ? എടി സ്ഥലപ്പേര് വെച്ചാൽ വൈറലാവാം. എനിക്ക് നല്ല ഇഷ്ടമാണ്. ആ ഒരു കാര്യം ചെയ്യാം, കോഴിക്കോടിൽ നിന്ന് കോഴിയും ഹിബയിൽ നിന്ന് ഹിബയും എടുക്കുക, എന്നിട്ട് കോഴി ഹിബ ലിപ്സ്റ്റിക്സ് എന്റെ മോളെ വൈറലാവും സെറ്റ്. അങ്ങനെ ആണെന്ന് സമയത്ത് എനിക്ക് ഈ വെബ്സൈറ്റിന്റെ ആവശ്യമില്ല, നെയിംലിക്സിന്റെ ആവശ്യം ഇവർക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, അപ്പോൾ പേര് കൊടുക്കാന്നുണ്ടെങ്കിൽ എന്തായാലും namelix.com എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. സോ ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് അറിയാൻ വേണ്ടിയിട്ട് just subscribe our YouTube channel Kenny Digital Academy.